ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണിയാണ്. കഥാസാഗരത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കഥാസാഗരം നിങ്ങൾക്കറിയാം, കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഓരോ കഥ കേൾക്കാം. നാടോടി കഥകളും മുത്തച്ഛി കഥകളും ഇതിഹാസ കഥകളും പുരാണ കഥകളും ഐതിഹ്യങ്ങളും എല്ലാം ഇതിലൂടെ കടന്നു വരുന്നു. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന കഥകൾ മാത്രമല്ല, അതിൻ്റെ കുറച്ച് അവസാനം കുറച്ച് വർത്തമാനമൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു ആസാമിൽ നിന്നുള്ളൊരു നാടോടി കഥയാണ്. നമുക്ക് വൈകണ്ട അല്ലേ, പെട്ടെന്ന് ചെറിയൊരു കഥയാണ്, പെട്ടെന്ന് കഥയിലോട്ട് കിടക്കാം. കഥ ഇങ്ങനെയാണ്. വളരെ പണ്ട് ആസാമിൽ ഒരു മരം വെട്ടുകാരനുണ്ടായിരുന്നു. കാട്ടിൽ പോയി വിറകുണ്ടാക്കി വിറ്റാണ് അയാൾ ജീവിച്ചിരുന്നത്. ഒരു നാൾ അയാൾ വിറകുമായി മടങ്ങുമ്പോൾ ഒരു സന്യാസിയെ കണ്ടുമുട്ടി. അപ്പോൾ ആ സന്യാസിയോട് തൻ്റെ ജീവിതത്തിൻ്റെ ദുഃഖഭാരം ഇറക്കി വെക്കണമെന്ന് ഈ മരം വെട്ടുകാരന് തോന്നി. അപ്പോൾ അദ്ദേഹം സന്യാസിയോട് അഭ്യർത്ഥിച്ചു, എന്നെ അനുഗ്രഹിക്കണം, കഷ്ടപ്പാട് നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണം. വിറക് വെട്ടുകാരൻ ഇത് പറഞ്ഞ ശേഷം സന്യാസിയുടെ കാലിൽ വീണ് അപേക്ഷിച്ചു. സന്യാസിക്ക് വിറക് വെട്ടുകാരനോട് ദയ തോന്നി. അദ്ദേഹം ഒരു കല്ലെടുത്ത് ചില മന്ത്രങ്ങൾ ഉരുവിട്ടു. അത് വിറക് വെട്ടുകാരന് കൊടുത്തിട്ട് പറഞ്ഞു, നിന്റെ ആഗ്രഹങ്ങൾ ഈ കല്ല് സാധിച്ചു തരും. ഒരിക്കലും അത് അത്യാഗ്രഹമാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. വിറക് വെട്ടുകാരൻ കല്ലുമായി വീട്ടിൽ ചെന്നു. ഉടൻ തന്നെ കല്ലിനോട് വിഭവസമൃദ്ധമായ ഭക്ഷണം ആവശ്യപ്പെട്ടു. അല്പം പോലും താമസിച്ചില്ല. അയാളുടെ കൊച്ചുമുറിയിൽ കൊള്ളാവുന്നതിൽ കൂടുതൽ ഭക്ഷണ സാധനങ്ങൾ മുന്നിൽ വന്നു നിറഞ്ഞു. അത് കണ്ട് അയാളുടെയും ഭാര്യയുടെയും കണ്ണ് തള്ളിപ്പോയി. അതിനുശേഷം വിറക് വെട്ടുകാരൻ ജോലിക്ക് പോകാതെയായി. എന്താവശ്യവും കല്ലിനോട് പറഞ്ഞ് നിമിഷങ്ങൾക്കകം സാധിച്ചെടുത്തു തുടങ്ങി. താമസിക്കാതെ വലിയൊരു മാളിക പണിത് അയാളും ഭാര്യയും അതിലേക്ക് താമസം മാറ്റി. വിറക് വെട്ടുകാരൻ്റെ പെട്ടെന്നുള്ള വളർച്ച അയൽക്കാരെയും നാട്ടുകാരെയും അത്ഭുതപ്പെടുത്തി. ഈ വിറക് വെട്ടുകാരന് എവിടെ നിന്ന് കിട്ടി ഇത്രയധികം പണം? അവർ പരസ്പരം ചോദിച്ചു. കാണുമ്പോഴൊക്കെ അവർ പരസ്പരം ഇങ്ങനെ ചോദിച്ചു, ഈ വിറക് വെട്ടുകാരന് എവിടെ നിന്ന് കിട്ടി ഇത്രയധികം പണം? കാട്ടിൽ നിന്ന് വല്ല നിധിയും കിട്ടിയതാകും. അവർ പരസ്പരം അല്ലെങ്കിൽ തമ്മിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആശ്വസിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം വിറക് വെട്ടുകാരൻ്റെ ഭാര്യ മഹാറാണിയുടെ, ആ നാട്ടിലെ മഹാറാണിയുടെ കഴുത്തിൽ കിടക്കുന്ന ഒരു രത്നമാല കാണാനിടയായി. അത് അവൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ആ മാല എങ്ങനെയും സ്വന്തമാക്കണമെന്ന് അവൾക്ക് അതിയായ ആഗ്രഹം തോന്നി. അങ്ങനെ രാത്രിയായപ്പോൾ അവർ ഭർത്താവിനോട് ഈ കാര്യം അവതരിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, മഹാറാണി കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന മാല എനിക്ക് വേണം. ആ കല്ലിനോട് പറഞ്ഞ് എനിക്കൊന്ന് കൊണ്ടുതരൂ, എങ്ങനെയെങ്കിലും അതൊന്ന് കൊണ്ടുതരാൻ പറയൂ. അവൾ ഭർത്താവിനെ വീണ്ടും ഇത് പറഞ്ഞ് നിർബന്ധിച്ചു. വിറക് വെട്ടുകാരന് അതൊരു നിസ്സാര കാര്യമായിരുന്നു. അയാൾ കല്ലിനോട് ഉടൻ തന്നെ മഹാറാണിയുടെ മാല കൊണ്ടെത്തിക്കാൻ ആവശ്യപ്പെട്ടു. താമസിക്കാതെ മാല അവരുടെ മുന്നിലെത്തി. വിറക് വെട്ടുകാരൻ്റെ ഭാര്യയ്ക്ക് സന്തോഷമായി. പക്ഷേ മഹാറാണിയുടെ രത്നമാല കാണാതായത് കൊട്ടാരത്തിൽ വലിയ പ്രശ്നമുണ്ടാക്കി. അന്വേഷണമായി ഭടന്മാർ രഹസ്യമായി നാട് മുഴുവനും തിരക്കി നടക്കാൻ തുടങ്ങി. അപ്പോഴാണ് പെട്ടെന്ന് പണക്കാരനായ വിറക് വെട്ടുകാരനെക്കുറിച്ച് നാട്ടുകാർ സംസാരിക്കുന്ന കാര്യങ്ങൾ ഭടന്മാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇയാൾ ഒരു പക്ഷേ മോഷണത്തിലൂടെ ആകുമോ പണക്കാരനായത്? ചില ഭടന്മാർ ആ വഴി ചിന്തിച്ചു. അവർക്ക് സംശയമായി. അവർ വിറക് വെട്ടുകാരൻ്റെ വീട് സന്ദർശിക്കാൻ തീരുമാനിച്ചു. വേഷം മാറിയ രാജഭടന്മാർ വിറക് വെട്ടുകാരൻ്റെ വീട്ടിൽ ചെന്നു. അപ്പോഴുണ്ട് വിറക് വെട്ടുകാരൻ്റെ ഭാര്യ മഹാറാണിയുടെ മാലയും അണിഞ്ഞ് ഇറങ്ങി വരുന്നു. അങ്ങനെയതാ അവർ മാല കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ തന്നെ രാജഭടന്മാർ വിറക് വെട്ടുകാരനെയും ഭാര്യയെയും കസ്റ്റഡിയിലെടുത്ത് അവരെ ബന്ധിച്ച് രാജാവിൻ്റെ മുന്നിൽ ഹാജരാക്കി. രാജാവ് അവരോട് കാര്യങ്ങൾ തിരക്കി. എന്ത് അതിക്രമമാണ് നിങ്ങൾ കാണിച്ചത്? അപ്പോൾ അവർ പറഞ്ഞു, അയ്യോ, ഞങ്ങൾ മോഷ്ടിച്ചിട്ടില്ല, മാന്ത്രിക കല്ല് കൊണ്ടുവന്ന് തന്നതാണ്. വിറക് വെട്ടുകാരനും ഭാര്യയും രാജാവിനെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു.
പക്ഷേ വിജയിച്ചില്ല. കാരണം മാന്ത്രിക കല്ല് കൊണ്ടുകൊടുത്തതാണെങ്കിലും അല്ലെങ്കിലും മറ്റൊരാളുടെ വസ്തു കൈക്കലാക്കുന്നത് മോഷണം തന്നെയാണല്ലോ. വിറക് വെട്ടുകാരനും ഭാര്യയ്ക്കും കനത്ത ശിക്ഷ കിട്ടി. അതോടുകൂടി കല്ലിൻ്റെ മാന്ത്രിക ശക്തിയും നഷ്ടമായി. ഇത്രയുമാണ് കഥ. ഞാൻ പറഞ്ഞു, വളരെ ചെറിയൊരു കഥയാണ്, പെട്ടെന്ന് തീർന്നു അല്ലേ? ഇത് അത്യാഗ്രഹത്തിൻ്റെ ഒരു കഥയാണ്. ഈ മനുഷ്യൻ്റെ ആഗ്രഹത്തിന് കടലിലെ തിര കണക്കാണല്ലേ. ഒരാഗ്രഹം കഴിയുമ്പം മറ്റൊരാഗ്രഹം വരും. പ്രത്യേകിച്ച് അത് ഒരു അധ്വാനം ഇല്ലാതാകുമ്പോൾ അതിന് ഇരട്ടി സുഖമായി. വെറുതെ കിട്ടുന്നതല്ലേ, ആഗ്രഹിക്കുക, സാധനങ്ങൾ കയ്യിൽ വരിക. മനുഷ്യരുടെ ആഗ്രഹങ്ങൾക്കൊന്നും ഒരു അറുതിയുമില്ല. അതാണ് ഈ കഥയിലെ ഒരു പാഠമെന്ന് പറയുന്നത്. പിന്നെ അത്യാഗ്രഹം, അന്നന്ന് വേണ്ടുന്ന ആഹാരമെന്നൊക്കെ പ്രാർത്ഥനയിലുണ്ട് അല്ലേ. പലപ്പോഴും ഒരു ക്രിസ്ത്യൻ പ്രാർത്ഥനയാണല്ലേ, സ്വർഗസ്ഥനായ പിതാവേ എന്ന് പറഞ്ഞുകൊണ്ട്. അതിനകത്ത് അന്നന്ന് വേണ്ടുന്ന അപ്പം നൽകണമേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ മനുഷ്യന് അല്ലെങ്കിൽ ഈ പ്രകൃതി നിയമം എന്ന് പറയുന്നത് അന്നന്ന് വേണ്ടുന്ന കാര്യങ്ങൾ നടക്കുക എന്നുള്ളതാണ്. മനുഷ്യൻ മാത്രമാണ് അല്ലേ, നമ്മൾ ചരാചരങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ അവരന്നന്ന് വേണ്ടുന്ന, ഇപ്പം മരങ്ങളായാലും അന്നന്ന് വേണ്ടുന്ന വെള്ളവും ഊർജവും വളങ്ങളും ഒക്കെ വലിച്ചെടുക്കും. അവരുടെ അന്നുള്ള കാര്യങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളോ, നമുക്കങ്ങനെയല്ല. നമ്മൾ അതിനൊക്കെ അപ്പുറം എപ്പോഴും നമ്മളൊരു കുബേരനാവാൻ അല്ലേ, ഒരു പണക്കാരനാവാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്ന, നമ്മുടെ സ്വത്തുക്കൾ വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ ഭക്ഷ്യമാണെങ്കിൽ അത് വർദ്ധിപ്പിക്കുക. പഴയ കാലത്തൊക്കെ അല്ലെ ജന്മി തറവാടുകളിലൊക്കെ നെല്ല് ഇങ്ങനെ കൂട്ടിയിടും. പലരും അവിടെ അവരെ വയലിൽ പണിയെടുക്കുന്നവർ, അധ്വാനിക്കുന്നവർ, അവർക്ക് അന്നുള്ള ഒരു മുറം അല്ലെങ്കിൽ അന്ന് കഴിക്കാനുള്ള ഒരു കണക്കനുസരിച്ചുള്ള നെല്ല് മാത്രമേ കൊടുക്കൂ കഞ്ഞി വെക്കാനുള്ള. ഇവരോ വലിയ ദാരിദ്ര്യമൊക്കെ വരുമ്പോൾ ഇവരതൊക്കെ പുഴുത്തി വെക്കും. മനുഷ്യനെപ്പോഴും ഇല്ലേ പുഴുത്തി വെക്കാനുള്ളൊരു ത്വരയുണ്ട്, ശേഖരിച്ചു വെക്കാൻ. ചുറ്റും കഷ്ടത അനുഭവിക്കുന്നവർ അല്ലെങ്കിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ഉണ്ടെങ്കിലും അവർക്ക് കൊടുക്കാറില്ല. അപ്പോൾ നമ്മൾ ഈ മൃഗങ്ങളുടെ കാര്യം പറഞ്ഞു, അവർ ഒരു സിംഹമായാലും പുലിയായാലും എന്തുമാകട്ടെ അവരന്നുള്ള കടിച്ച് കഴിയുന്നവർ. പക്ഷേ അവർക്ക് പ്രകൃതിക്ക് വലിയ കോട്ടമൊന്നും അതുകൊണ്ടുണ്ടാവുന്നില്ല. മനുഷ്യരോ ഈ സമ്പത്ത് അല്ലേ എന്ന് പറഞ്ഞൊരു ചിന്തയുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ അവൻ്റെ ആ ത്വര, സമ്പത്തുണ്ടാക്കാനുള്ള ത്വര എന്തുമാത്രം പ്രകൃതിയിൽ കോട്ടങ്ങൾ ഉണ്ടാക്കുന്നു. മനുഷ്യവാസം എന്ന് പറഞ്ഞ ഒരു എക്കണോമിക്, ഒരു സാമ്പത്തിക ഇടപെടലായി മാറിയില്ലേ, ഇടപാടുകളായി മാറി. ഏറ്റവും കൂടുതൽ ധനമുള്ള രാജ്യം അല്ലേ മുൻപന്തിയിൽ നിൽക്കും. അപ്പോൾ ആ ഏറ്റവും കൂടുതൽ ധനമുള്ള രാജ്യമാകാൻ എല്ലാവരും കിണഞ്ഞ് ശ്രമിക്കും. അതുപോലെ മനുഷ്യൻ എന്നാണോ ഒരു സ്ഥലത്ത് സെറ്റിൽ ചെയ്യാൻ തുടങ്ങിയത് അല്ലേ, പാർക്കാൻ തുടങ്ങിയത്, അല്ലെങ്കിൽ അവിടെ ഒരു സ്ഥലത്ത് കൃഷി ചെയ്ത് തലമുറകളായിട്ട് വസിക്കാൻ തുടങ്ങിയത്, അന്നാണ് ഈ ധനസമ്പത്തും എല്ലാം ആരംഭിച്ചത് അല്ലേ. ധനം വന്നപ്പോൾ പിന്നെ കുടുംബങ്ങളായി അല്ലേ, വിവാഹങ്ങൾ അല്ലേ, ആ വഴി അടുത്ത തലമുറ ഉറപ്പിക്കുന്നു, എൻ്റേതാണെന്ന് ഉറപ്പിക്കുന്നു അല്ലേ, ആ തലമുറ എൻ്റേതാണെന്ന് ഉറപ്പ് വരുത്തുന്നു. എന്തുകൊണ്ടാണ് അടുത്ത തലമുറയ്ക്ക് ആ സ്വത്ത് കൈമാറുക എന്നുള്ളൊരു ഉദ്ദേശത്തോട്. അപ്പോൾ അങ്ങനെ ഒരു പ്രക്രിയയിലോട്ടൊക്കെ മനുഷ്യൻ വന്നപ്പോൾ ചൂഷണവും വർദ്ധിച്ചു. മനുഷ്യനെ ചൂഷണം ചെയ്യുന്നു, പ്രകൃതി വിഭവങ്ങൾ അമിതമായിട്ട് ചൂഷണം ചെയ്യുന്നു, അതിൻ്റെ കെടുതികൾ ഇപ്പം നമ്മൾ അതൊക്കെയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. കാലാവസ്ഥ വ്യതിയാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത്തരം മാറ്റങ്ങൾ പ്രകൃതിയിൽ സംഭവിക്കുന്നു. ഇതെല്ലാം മനുഷ്യൻ്റെ നിലനിൽപ്പിനും അപ്പുറം മനുഷ്യൻ്റെ ഒരു വമ്പത്തരം കാണിക്കാനുള്ള, അല്ലെങ്കിൽ ഒരു അത്യാർത്തി അല്ലെങ്കിൽ അത്യാഗ്രഹം ഒക്കെ അതിനകത്ത് കടന്നു വരുന്നുണ്ട്. ഈ കഥയിലും പറയുന്നതും അത്യാഗ്രഹത്തെക്കുറിച്ചൊക്കെയാണ് അല്ലേ. ആവശ്യമുള്ളത് അവർക്ക് അഭ്യർത്ഥിക്കാമായിരുന്നു കല്ലിനോട്, പക്ഷേ അങ്ങനെയല്ല. അവർ ആഗ്രഹങ്ങൾ വർദ്ധിച്ചു വന്നു. അവർക്ക് സങ്കല്പിക്കാൻ പറ്റുന്നതിലും അപ്പുറം അവർ ആഗ്രഹിക്കാനും സങ്കല്പിക്കാനും ഒക്കെ തുടങ്ങി. അതിൻ്റെയൊക്കെ ഫലമായിട്ട് ഒരു വലിയ കൂരിക്കൽ ചെന്ന് അവർ വീഴുകയാണ്. ഈ കഥയിലും പ്രകടമാകുന്ന മറ്റൊരു വസ്തുത, എപ്പോഴും ഈ കഥകളിലൊക്കെ കാണുന്നത് സ്ത്രീകൾക്കാണ് അല്ലേ പലപ്പോഴും ഈ ആഗ്രഹങ്ങൾ ഉണ്ടാവുകയും അത് പുരുഷനിലൂടെ സാധിച്ചെടുക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പലപ്പോഴും ആ പ്രക്രിയയിൽ കുടുങ്ങുന്നത് പുരുഷനായിരിക്കും, ഭർത്താവ്.
എന്ന് പറഞ്ഞ് ഈ കഥയിലും അങ്ങനെയാണ്. പല കഥകളിലുമൊക്കെ നമ്മൾ കാണുന്നതാണ്. സ്ത്രീകൾ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങുകയും വലിയ കുഴിയിൽ ചെന്ന് വീഴുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥ. ഇതിനകത്തും അങ്ങനെ തന്നെയാണ്. അവസാനം ഭാര്യയും ഭർത്താവും ഇതിനകത്ത് പെടുകയാണ്, ശിക്ഷ ലഭിക്കുകയാണ്. അങ്ങനെയും ഒരു വസ്തുതയുണ്ട്. അപ്പോൾ സ്ത്രീകൾ പലപ്പോഴും കാരണക്കാരാകാറുണ്ട്, ഒരു വില്ലത്തിയായിട്ടൊക്കെ മാറാറുണ്ട്. പല കഥകളിലുമൊക്കെ നമുക്കത് കാണാം. എന്തിനു പറയുന്നു ബൈബിളിലെ അല്ലേ, ആദമും ഈവിൻ്റെയും കഥയിൽ തന്നെ ആദമിനെ പ്രേരിപ്പിക്കുകയാണ് ആ നിഷേധിക്കപ്പെട്ട ഫലം കഴിക്കാനായിട്ട്, ഭക്ഷിക്കാനായിട്ട് അല്ലേ. ഈവ് അവിടെ തുടങ്ങുന്നു ആ കഥയിൽ പോലും അല്ലേ, നമുക്ക് കാണാം. അതൊക്കെ തന്നെ ഷേക്സ്പിയറിൻ്റെ ഒരു വിഖ്യാതമായൊരു ഡയലോഗുണ്ട്, ഫ്രെയിൽറ്റി ദൈ നെയിം ഇസ് വുമൺ എന്ന് പറഞ്ഞിട്ട്, ഹാംലെറ്റാന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ചാവല്യമേ അല്ലെങ്കിൽ ബലഹീനതയെ, ദൗർബല്യമേ, നിന്റെ നാമമാണ് സ്ത്രീ എന്നൊക്കെ. അപ്പോൾ പല കഥകളിലും ഈ സ്ത്രീ ഒരു കാരണമാകാറുണ്ട്. ഫെയറി ടെയിലുകളിലൊക്കെ, സ്നോ വൈറ്റിലൊക്കെ ആ രണ്ടാനമ്മ പ്രേരിപ്പിക്കുകയാണ് ഒരു കുറ്റകൃത്യത്തിന്, സ്നോ വൈറ്റിനെ ഇല്ലാതാക്കാനായിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമാവുകയാണ്. അതിൻ്റെ കാരണക്കാരി അവരാണ്. അപ്പം അങ്ങനെ പല കഥകൾ. എന്തായാലും അധികം ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കേട്ടുമുട്ടാം, പുതിയൊരു കഥയും പുതിയ കുറച്ച് വിശേഷങ്ങളുമായി. ഇത്ര നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്, ബോൺ.